ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിഡിലിനായിട്ടുള്ള ഒരു ലൈം ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാലും മാത്രമേ ഞാൻ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കസ്കസ് കുതിർത്ത് വെക്കാനാണ്. അപ്പോൾ നമ്മൾ ലൈം ജ്യൂസൊക്കെ അടിച്ച് വരുമ്പോഴത്തേനും ഇതൊന്ന് കുതിർന്ന് ഒന്ന് സെറ്റ് ആവും കേട്ടോ. കസ്കസ് ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലാത്തവരാണെങ്കിൽ ഇതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സ്ട്രെയിറ്റ് ജ്യൂസ് അടിച്ചാൽ മതി. ഇനി അതിന് നമുക്കൊരു ജാർ എടുക്കാം. ഞാൻ ഒരു നാരങ്ങ എടുത്തിരിക്കുന്നത്. ഈ നാരങ്ങ നമ്മൾ തുരുവൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുടിക്കാൻ ലേറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റില്ല, അത് കയ്പ്പ് രസം വരും. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരുവും കളഞ്ഞിട്ട് ഇതുപോലെ 2 കഷ്ണാക്കിയതാണ് കേട്ടോ. കുരും കളഞ്ഞ് കൊടുക്കണം. കുരു നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. നമ്മളിട്ട് കൊടുക്കുന്നത് പുതിനയിലയാണ്. പുതിനയില നമ്മൾ എത്ര ഇട്ട് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, അത് നമ്മളെ ഹെൽത്തിന് എത്ര നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. അത് ചെറിയൊരു 3 പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിനയിലയും അതുപോലെ തന്നെ ഇഞ്ചിയൊന്നും നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ. അടിച്ച് കൊടുന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് നിങ്ങൾ ജഗ്ഗിലാണ് ആക്കി വെക്കുകയെന്ന് വെച്ചാൽ അതിലേക്ക് സ്ട്രെയിൻ ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു പാനക്കാണ്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ അരിപ്പ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം കേട്ടോ. ഈ അരിച്ചെടുത്താണ്. ഇനി നമുക്ക് മിക്സിയുടെ ജാറൊക്കെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ജ്യൂസ് തന്നെ എടുക്കുക, അടിച്ചു വെച്ച ജ്യൂസ് എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി മധുരം ആഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ആവശ്യമുള്ള ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അടിച്ച് കൊണ്ടുവരാം കേട്ടോ. ഇനി നമ്മളിവിടെ വെച്ചിരിക്കുന്ന ജ്യൂസിലേക്ക് ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം മരക്ക് ഒഴിച്ച് കൊടുക്കുക. നിങ്ങളുടെ മധുരത്തിനും നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ച കസ്കസില്ലേ, അത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിനയും ലെമണും കൊണ്ടുള്ള അടിപൊളി ഒരു ലൈം ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് കുടിക്കാൻ. നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ് പുതിനയുടെ ഇലയൊക്കെ. അപ്പോൾ ഇതാ കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ലൈം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.